ഫ്രണ്ട്സ്, വെൽക്കം ടു എ ചാനൽ ഫ്യൂച്ചർ ക്രിയേറ്റർ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫൂഫി എന്ന ചാപ്റ്റർ എഴുതിയത് ട്രെവർ നോ എന്ന എഴുത്തുകാരനാണ്. ട്രെവർ നോ ഒരു സൗത്ത് ആഫ്രിക്കൻ കൊമേഡിയനും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ബോൺ എ ക്രൈം എന്ന ഓട്ടോബയോഗ്രഫിയിലാണ് ഈ ഫൂഫി എന്ന കഥ ഉള്ളത്. ട്രെവർ ജനിച്ചത് 1984 സൗത്ത് ആഫ്രിക്കയിലാണ്. അന്ന് അവിടെ അപ്പാർത്തൈഡ് എന്ന വംശീയ വിവേചനം ഉണ്ടായിരുന്നു, അതായത് കറുത്തവരും വെള്ളക്കാരും തമ്മിലുള്ള വിവേചനം. ഈ പുസ്തകത്തിൽ ട്രെവർ തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതവും അമ്മയുമായുള്ള ബന്ധവും നായ്ക്കളായ ഫൂഫിയെയും പാന്തറയെയും കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫൂഫിയിലെ കഥയിലേക്ക് മടങ്ങാം. ട്രെവറിൻ്റെ അമ്മയ്ക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം അവർ 2 കറുത്ത പൂച്ചകളെ വാങ്ങി. പക്ഷേ അക്കാലത്ത് കറുത്തവർ പൂച്ചയെ വളർത്തുന്നത് വിച്ച് ക്രാഫ്റ്റ് ആണെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഒരു ദിവസം ആ പൂച്ചകളെ ആരോ കൊന്ന് ഗേറ്റിൽ ഹെക്സ് എന്ന് എഴുതുകയും ചെയ്തു. ഹെക്സ് എന്നാൽ വിച്ച് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അമ്മ പിന്നെ പൂച്ചകളെ വളർത്തുന്നതെല്ലാം നിർത്തിയിട്ട് പകരം ബുൾ ടെറിയർ എന്ന നായ്ക്കളെ കൊണ്ടുവന്നു. ഒന്നിൻ്റെ പേര് ഫൂഫിയും മറ്റേതിൻ്റെ പേര് പാന്തർ എന്നും ആയിരുന്നു. ഫൂഫിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫൂഫിക്ക് ജന്മന ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഫൂഫി ഒരു ഡെഫായിട്ടുള്ള നായയാണ്. ഫൂഫിക്ക് പാന്തർ ആയിരുന്നു എല്ലായ്പ്പോഴും കണ്ണും കാതുമായിട്ടുണ്ടായിരുന്നത്. പാന്തർ എങ്ങോട്ടാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് ഫൂഫിയും അതേ വഴിക്ക് പോകും. 2 പേരും എപ്പോഴും നല്ല കൂട്ടായിരുന്നു. ഒരു ദിവസം ഫൂഫി വഴി തെറ്റിപ്പോയി വേറൊരു കുടുംബത്തിലെത്തി. അങ്ങനെ ഫൂഫീനെ അവിടുത്തെ ആൾക്കാർക്ക് കിട്ടുകയും അവർ വളരെ ഹാപ്പി ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ ഫൂഫിക്ക് വേറൊരു പേരിട്ടു. ആ പേരാണ് സ്പോട്ടി. അങ്ങനെ ട്രെവർ ഫൂഫീനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു ബോയുടെ അടുത്ത് നമ്മുടെ ഫൂഫീനെ കാണുകയാണ്. ട്രെവർ ആ ബോയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഫൂഫിയാണെന്ന് പറയാണ്. ആ കുട്ടി പറഞ്ഞു, അല്ല ഇതിൻ്റെ സ്പോട്ടിയാണെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ വർത്താനം വഴക്കൊക്കെ ആയി. അങ്ങനെ ട്രെവർ ഫൂഫീനെ വിളിച്ചു, പക്ഷേ ഫൂഫി വിളി കേട്ടില്ല. ആ ബോയ് സ്പോട്ടിന്ന് വിളിച്ചു, അപ്പോഴും വിളി കേട്ടില്ല. അങ്ങനെ 2 ആൾക്കാരെ വിളിച്ചിട്ടും വിളി കേൾക്കാൻ നമ്മുടെ ഫൂഫിക്ക് കേൾക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ആ കുട്ടിയുടെ അമ്മ വന്നു. അപ്പോൾ ട്രെവർ പറഞ്ഞു, എൻ്റെ നായയാണ്, ഇതെൻ്റെ ഫൂഫിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഫൂഫി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റും മോനെ ചോദിക്കുക. അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അമ്മ പറയുന്ന വായ നമുക്ക് പോയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫൂഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയും ട്രെവറും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഇതെല്ലാം കാട്ടി കൊടുത്തിട്ടും അവർ സമ്മതിക്കല്ല. അങ്ങനെ അവസാനം നമ്മുടെ ട്രെവറിൻ്റെ അമ്മ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു 100 റാൻഡ് തരാം, എന്നാൽ ഞങ്ങളുടെ ഫൂഫിനെ തിരിച്ച് തരുമോ ചോദിക്കണം. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ബോയ്ക്ക് വളരെ സങ്കടമായിട്ട് ആ ബോയ് സ്പോട്ടി എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ്. പക്ഷേ ട്രെവറിന് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ട്രെവർ ആകെ നോക്കിയത് ഫൂഫിയെ മാത്രമായിരുന്നു നമ്മുടെ ട്രെവർ നോക്കിയത്. അങ്ങനെ അവർക്ക് ഫൂഫിയെ കിട്ടിയിട്ട് ട്രെവറും ഫൂഫിയും അമ്മയും കൂടെ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴും നമ്മുടെ ട്രെവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ, നീ എന്തിനാ കരയണത്, നിനക്ക് നിൻ്റെ ഫൂഫിനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ട്രെവർ പറയുകയാണ്, ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. കാരണം ഫൂഫി തന്നെ ചതിച്ച പോലെയാണ് ട്രെവറിന് തോന്നിയത്. ഇതായിരുന്നു ട്രെവറിൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രെവർ ഫൂഫിനെയാണ് സ്നേഹിച്ചത്, പക്ഷേ ഫൂഫി സ്നേഹിച്ചത് ട്രെവറിനെ അല്ല എന്നുള്ളൊരു ഇതറിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം, ഒരു സങ്കടം എല്ലാം കൂടിയായിരുന്നു ട്രെവറിനുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നും ട്രെവർ പഠിച്ച ലെസണാണ് യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കാൻ നോക്കരുത്, അവരെ മനസ്സിലാക്കണം.